ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ടി പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ന് നിഫ്റ്റി നല്ലൊരു ആക്യുറസി കിട്ടിയിട്ടുണ്ടായിരുന്നു. നാളെ മാർക്കറ്റിൽ ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ 254 ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് 18,304 300 ലെവലാണ്. സെക്കൻഡ് ടാർഗറ്റ് 352. ഫൈനലായിട്ട് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 18,395 405 എന്ന സോണിലേക്കാണ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് നാളെ ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 18,168 157 ലെവലാണ്. സേഫായിട്ട് ട്രേഡ് ചെയ്യുന്നവർ ഈ ഒരു ലെവലും കൂടി 18,210 ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ മാത്രമേ പുട്ട് ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി പറയുന്നത് നാളെ മാർക്കറ്റ് ഈ ഒരു ഫ്ലാറ്റ് ഷോപ്പിന് വന്നതിന് ശേഷം ഈ ഒരു ലെവൽ ഫാളാണ് വരുന്നതെങ്കിൽ ഈ ഒരു സോണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 85 74 ലെവലുകളാണ്. അതിൻ്റെ ബിലോ ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത് 18,800 17,997 ലെവലും കൂടിയാണ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈ പോയിൻറ്റിൻ്റെ തന്നെ റെസിസ്റ്റൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് റെസിസ്റ്റൻ്റ് എടുത്തിട്ടോ ആണ് മാർക്കറ്റ് ഫാള് വരുന്നത് എങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു സോണിലേക്കും സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സോണിലേക്കും തേർഡ് ടാർഗറ്റ് ഈ ഒരു ലോ പോയിൻറ്റിലേക്കും ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഓപ്പർച്യൂണിറ്റിയാണ് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് 43,420 444 ലെവലാണ്. നാളെ ഈ ഒരു ഫ്ലാറ്റ് ഷോപ്പിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ ഓപ്പൺ വന്നതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 587 608 ലെവലാണ്. സെക്കൻഡ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ് 769 ലെവലാണ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് നാളെ ഈ ഒരു സോണിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കൺഫേം ചെയ്തിട്ട് മാത്രം എടുക്കുക. കുറച്ച് റിസ്ക് ആയിരിക്കും റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ. അഥവാ ഈ ഒരു ഫ്ലാറ്റ് ഷോപ്പിന് വന്നതിന് ശേഷം ഫാളാണ് വരുന്നതെങ്കിൽ 935 ലെവലെന്ന ഈ ഒരു ലെവലും കൂടി ഫാള് വരുന്നുണ്ടെങ്കിൽ മാത്രമേ പുട്ട് ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 668 629 ലെവലാണ്. അതിൻ്റെ ബിലോ ഒരു സപ്പോർട്ട് ഏരിയ മാർക്കറ്റ് ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ പിന്നീട് വരുന്നത് ഈ ഒരു സോണാണ് 414 370. അതിൻ്റെ മുമ്പ് ഇന്നത്തെ ഈ ഒരു ലോ പോയിൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു ലെവലും ക്വിക്കായിട്ട് ഒരു ഫാള് വരികയാണെങ്കിൽ ടാർഗറ്റ് ഈ ഒരു ഫൈനൽ ടാർഗറ്റ് ഈ ഒരു ലോ ലെവലിലേക്കും വെക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഇൻട്രാഡേ സജഷൻ പറയാനുള്ളത് ഫസ്റ്റ് HDFC ബാങ്കിലാണ്. HDFC ബാങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അത്രത്തോളം ആക്യുറസി കിട്ടും എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് 1646 ലെവലിൽ നാളെ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 1655 ഫൈനൽ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1664 ലെവലുമാണ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ കൂടി ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. 1633 ലെവൽ ബ്രേക്ക് ഔട്ട് നടന്നെങ്കിൽ മാത്രം സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്കാണ്. ഏകദേശം ഈ ഒരു റേഞ്ചിൻ്റെ അടുത്താണ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 1622 ലെവലാണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലോ പോയിൻറ്റിലേക്കും വെക്കാവുന്നതാണ്. ഇനി അടുത്തത് പറയാനുള്ളത് ഇന്ത്യ ബാങ്കാണ്. ഇന്ത്യ ബാങ്ക് ഒരു റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് സ്റ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1234 ലെവലിൽ നാളെ ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി പോകാം. 1245 ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1256 55 ആ ഒരു ലെവലിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് നാളെ ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് മൂവ്മെൻറ്റ് നടത്തുന്ന ട്രേഡ് അവോയ്ഡ് ചെയ്യുക. പകരം 18 ലെവലും കൂടി ഫാള് വരികയാണെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് 12ഉം സെക്കൻഡ് ടാർഗറ്റ് 12.6 ലെവലിലേക്കാണ് ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. നാളെ പ്രീമിയം ഓപ്ഷൻ ചെയ്യുന്നവർ പ്രീമിയം നല്ല രീതിയിൽ തന്നെ മെൽറ്റിംഗ് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ചില ഫ്രൈഡേയ്സ് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാറും ഉണ്ട്. ഓക്കെ, സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. താങ്ക് യു.